താരക്കുട്ടി. താരക്കുട്ടി ഇത് എത്ര കളറുണ്ട് മൊത്തം? അയ്യോ അത് ബുദ്ധിമുട്ടാവും. ഇതാണ് 1 2 3 4 10 കളർന്ന് വെച്ചോ അല്ലേ മിനിമം. ഇതാണ് മഴവില്ല ഡ്രസ്, റെയിൻബോ ഡ്രസ്. ഇത് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ പിടിച്ചു. അറിഞ്ഞു. ഈ ആര്യന്റെ കയ്യിൽ എന്താണ് കൊണ്ടു കൊടുത്തത്? ഞാൻ അത് എല്ലാവർക്കും കൊടുക്കാറുണ്ട് ലവ് ലെറ്റർ. ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ലവ് ലെറ്റർ. ഞാൻ അതിൽ എഴുതിയേ എന്തെഴുതി? ഐ ലവ് യു എന്ന് എഴുതിയത്. അതാണ് എഴുതിയത്? അത്ര എഴുതിയുള്ളൂ? ഒറ്റ വരിയെ എഴുതിയുള്ളൂ, ഐ ലവ് യു എന്ന് മാത്രം. അതിന് മുമ്പൊന്നും എഴുതിയില്ലേ? പ്രിയ ആര്യക്കുട്ട എന്നൊന്നും എഴുതിയില്ലേ? മാത്രോ? ആര്യ ഐ ലവ് യു എന്ന് ഞാൻ എഴുതി. അതാണ് ഞാൻ ചോദിച്ചത്. ആര്യന്റെ പിന്നെ അതിനുശേഷം എന്തെങ്കിലും എഴുതിയോ? ആര്യ ഐ ലവ് യു. പക്ഷെ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവൻ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. അവന് ഒരു 10 മണിയാവും ഫുഡ് കഴിച്ചെടുക്കാൻ. ചില വീട്ടുകാരികളൊക്കെ പറയുന്ന പോലാണല്ലോ 10 മണിയാവും ഭക്ഷണം. ഒരാളാണ് പറഞ്ഞു കൊടുത്തതിന്റെ ആള്, ജാക്കി മാമനെന്ന്. എല്ലാരും ജാക്കി മാമനെ. പക്ഷെ എല്ലാവർക്കും എഴുതി കൊടുത്തിട്ട് എല്ലാരും പറഞ്ഞില്ല, ആകെ ആര്യക്കുട്ടൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ആരും പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞു കേട്ടില്ല. ശരിക്കും ആര്യക്കുട്ടനെ ഇഷ്ടമാണോ അതോ? എനിക്കൊന്നും ഇഷ്ടല്ല. അല്ല ഐ ലവ് യു എന്ന് എഴുതി കൊടുത്ത് ഞാൻ ഓന്റെ പടക്കം മാറാൻ. നിങ്ങൾ ഇവര് രണ്ടും കൂടെ ഒരു പാട്ടൊക്കെ പാടിയേ? കൽക്കണ്ടൻ ചുണ്ടിൽ. അപ്പൊ ഈ ജോക്കുട്ടനോ? അയ്യോ ഇജോക്കുട്ടനെ വിട്ടോ? അപ്പോ ഇജോക്കുട്ടനെ എങ്ങനെ സഹിക്കുമല്ലേ? ഇജോക്കുട്ടനെ വിളിക്കാറില്ലേ? ഉണ്ടോ? എന്താ പറഞ്ഞപ്പോ ഒരു നാണം. ഇജോക്കുട്ടനെ അറിഞ്ഞ ചേച്ചി. ഇജോക്കുട്ടൻ നമ്മുടെ കഴിഞ്ഞ നിങ്ങൾ പറയണ കേട്ടിട്ടുണ്ട്. ഭയങ്കര കൂട്ടായിരുന്നു ഇവർ രണ്ടാള്. മോളിത് എന്താണ് അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്? ഐ ലവ് യു ആര്യ, ഐ ലവ് യു മറ്റേത്, ഐ ലവ് യു മഹാദേവ എന്നൊക്കെ പറഞ്ഞു. അതന്നെ എല്ലാവർക്കും കൊടുക്കുന്ന എങ്ങനെ? അവൻ പിണങ്ങിയാല് ഞാൻ കൊടുക്കും. അവന്റെ കളി കാണാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തേ. അത് ശരി. അപ്പൊ ഞാൻ മക്കളെ ഏത് പാട്ടാ പാടുന്നേ? അത് മറന്നു. ഒരു ഫ്രൂട്ട് പേര് പറയൂല, അത് കഴിക്കുന്നത് ബാഡാ. അത് കഴിച്ച അതില് വിഷു ഉണ്ട്. വിഷു ഉണ്ട്. വിഷു ഞാൻ പറയാം. ചെമ്പഴക്ക. ഞാൻ പറയാം. ആദം ഹവ്വയ്ക്ക് ആപ്പിള് കൊടുത്തു, ആ ആപ്പിള് ചീത്തയായിരുന്നില്ലേ? അങ്ങനത്തെ അതാണ് ഉദ്ദേശിച്ചേ. അതാണോ പാട്ട് തന്നെ? ഏത് ഏതിപ്പോ പാടിയതോ? ചെമ്പഴുക്ക. ചെമ്പഴുക്ക വിഷമാന്ന് ആരാ പറഞ്ഞേ? അത് വിഷമാണോ? ചെമ്പഴുക്ക എന്ന് പറഞ്ഞ അടക്കയല്ലേ ചെമ്പഴുക്ക? എഴുതിയത് കാവാലൻ ബാക്കി ചെയ്തത് എം ജി രാധാകൃഷ്ണൻ സാർ. വർഷം 1999. ഉഗ്രൻ നമ്പർ അല്ലേ? സിനിമ പറയൂല, സിനിമ ഞാൻ ആക്ഷൻ കാണിക്കുമ്പോ പറയും ബുക്ക് നോക്കിക്കൂടാനും. എഴുതി തന്നത് നോക്കില്ല. കാണിക്ക. മൂക്ക് ചൊറിയുന്നു. ഒന്നുകൂടെ കാണിച്ചേ. മൂക്കിൽ കുത്തി കണ്ണിൽ കുത്തി മൂക്കി തോണ്ടി. കണ്ണിൽ കുത്തി മൂക്കി തോണ്ടി. ഞങ്ങൾക്ക് അറിയാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് പാടിയതാരാ? ദാസേട്ടനും പിന്നെ മഞ്ജു വാര്യരും കലാഭവൻ മണി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചെടി മണമുണ്ടേ
ചെക്കൻ കാറ്റിൽ തട്ടി തട്ടി ചെടുടൂന്ന് ചട്ടിണിക്കാൻ മുഴുകാ. ഇഷ്ടമാണ്.